നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, ഒരൊറ്റ തയ്യാറെടുപ്പോടെ 10 നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ സുരക്ഷിതമാക്കി വെച്ചാലോ? അതായത് ഒരൊറ്റ പ്രിപ്പറേഷന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് 10 നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി തയ്യാറെടുക്കാം. അതായത് 10 റാങ്ക് ലിസ്റ്റുകളുടെ ഭാഗമാകാനായിട്ടുള്ള വലിയ അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. ഏതൊക്കെയാണ് ആ അവസരങ്ങൾ? എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ 10 നോട്ടിഫിക്കേഷനുകൾ കൈയടക്കാനായിട്ട് പറ്റുക? ഏതൊക്കെയാണ് ഈ 10 നോട്ടിഫിക്കേഷനുകൾ? എങ്ങനെയാണ് ഈ 10 നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വരുതിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുക? നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. മക്കളുടെ ഈ വരാൻ പോകുന്ന 2025-ലും 2026-ലുമായിട്ട് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ അടുത്ത വർഷം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റുകളിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഉൾപ്പെടാനുള്ള അവസരം. മക്കളെ, അതിൽ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ ഇവയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അവിടെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 2 നോട്ടിഫിക്കേഷനുകളാണ് വരാനിരിക്കുന്നത്. then അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഡിഗ്രി ലെവലിൽ മറ്റൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. then അതിനുശേഷം സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ, then അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ്, then അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ്, അതേപോലെ അസിസ്റ്റന്റ് ജയിലർ. ഇത്രയും പോസ്റ്റുകൾ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളാണ്. ഇനി കഴിഞ്ഞിട്ടില്ല മക്കളെ, നേരെ നമ്മൾ 10th ലെവൽ 7th ലെവൽ നോക്കുകയാണെങ്കിൽ 10th ലെവലിലും 7th ലെവലിലുമായിട്ട് കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ, ഭീമാകാരൻ വേക്കൻസിയുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന കമ്പനി ബോർഡ് LGS, അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെഫ്കോ LD. ഇത്രയും വേക്കൻസികൾ, അതായത് ഇത്രയും നോട്ടിഫിക്കേഷനുകൾ, 10ഓളം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളെ കാത്ത് ഈ വർഷവും അടുത്ത വർഷവുമായിട്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം എക്സാമിനേഷൻ ഏകദേശം ഒരേ സമയം നിങ്ങളിലേക്ക് എത്തും. അതായത് ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഇത്രയും നോട്ടിഫിക്കേഷനുകളുടെ ഭാഗമാകാനുള്ള സുവർണ അവസരമാണ് മക്കളെ നിങ്ങളുടെ മുൻപിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രിപ്പറേഷൻ, അതായത് നിങ്ങൾ ഇനിയും തയ്യാറെടുക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരൊറ്റ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് പല റാങ്ക് ലിസ്റ്റുകളുടെയും ഭാഗമാകാനായിട്ട് സാധിക്കും. ഒന്നിന് പിറകെ ഒന്നായി ഓരോ റാങ്ക് ലിസ്റ്റുകളിലും നിങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടുമെന്നതിൽ സംശയം വേണ്ട. അപ്പൊ അതിന് ഉള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ്, ഏതൊക്കെയാണ് എക്സാമുകൾ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവലിൽ വേക്കൻസി കൊണ്ടുതരുന്നൊരു പോസ്റ്റാണ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിലവിൽ 26/2022 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം KSFE, KSEB പോലെയുള്ള പ്രധാനപ്പെട്ട പ്രോഫിറ്റുകളുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഏറ്റവും കൂടുതലുള്ള ഈ കമ്പനി ബോർഡുകളിലേക്കുള്ള അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ നിലവിൽ, അതായത് 25/8/2025 ലാസ്റ്റ് പോയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ 1621 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. നോക്കിയ മക്കളെ, 1621 അഡ്വൈസുകൾ. എന്നാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക? ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നാണ് അവസാനിക്കുക? 13/3/2024 വന്ന റാങ്ക് ലിസ്റ്റാണ്. സ്വാഭാവികമായിട്ട് 3 വർഷമുണ്ട്. 13/3/2027 റാങ്ക് ലിസ്റ്റ് പൂർത്തിയാകുക. അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിലവിലുള്ള 653/2021 കാറ്റഗറി. ഈ ഒരു കാറ്റഗറിയിൽ താരതമ്യേന കുറവ് പ്രോഫിറ്റ് ഷെയറിംഗ് ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, കമ്പനികളാണ് ഉൾപ്പെടുക. അതായത് KSRTC പോലെയുള്ള, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പോലെയുള്ള, ഹെഡ്ലോഡ് വർക്കേഴ്സ് പോലെയുള്ള, കെൽട്രോൺ പോലെയുള്ള കുറെ അധികം സ്ഥാപനങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ നിലവിലത്തെ നിയമന നില പരിശോധിച്ചാൽ 782 നിയമനങ്ങൾ പോയി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2400-ലധികം വേക്കൻസികൾ നിലവിൽ തന്നെ കമ്പനി ബോർഡ് 2 നോട്ടിഫിക്കേഷനുകളായിട്ട് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു 1.5 വർഷത്തിനടുത്ത് ഈ റാങ്ക് ലിസ്റ്റ് അവശേഷിക്കുമ്പോൾ ഏതാണ്ട് 3500-നടുത്ത് അഡ്വൈസുകൾ പോകാനായിട്ട് പോകുന്ന റാങ്ക് ലിസ്റ്റിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുക. അപ്പൊ ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് അതെന്നായിരിക്കും വരിക? നമുക്കറിയാം, ഇത് 29/1/2024, അതായത് 2027 ആദ്യത്തോടുകൂടി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 2027 ആദ്യത്തോടുകൂടി. അങ്ങനെയാണെങ്കിൽ മക്കളെ 2026 പ്രിലിംസും മെയിൻസും നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും 2025 അവസാനത്തോടുകൂടി ഈ നോട്ടിഫിക്കേഷനുകൾ വരാനിരിക്കുകയാണ്. എന്തൊരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുൻപിലേക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പോകുക. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞിട്ടില്ല, അതിനുശേഷം വരുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലാസ്റ്റ് വന്നത് 2022-23 വർഷങ്ങളിലായിട്ടാണ് അല്ലേ? അതായത് 2022 അവസാനം 2023 ആദ്യമായിട്ടായിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരുന്നത്.
39,300 തൊട്ട് 83,000 വരെ എന്താണ് റവന്യൂ കിട്ടാവുന്ന അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടാവുന്ന ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിന് നിലവിലത്തെ നിയമന നില എത്രയാണ്? 292 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. നിലവിൽ 292 അഡ്വൈസുകൾ. അതായത് 11/3/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 11/3/2027 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. സ്വാഭാവികമായിട്ടും 2026 ഇതിന്റെ പ്രിലിംസും മെയിൻസും നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 അവസാനത്തോടു കൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് നോട്ടിഫിക്കേഷനും പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ ഡിഗ്രി ലെവലിലെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യാണ്. ഒരൊറ്റ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല മക്കളെ. മൂന്നാമത്തേതാണ് സബ് ഇൻസ്പെക്ടർ. നമുക്കറിയാം നിലവിലൊരു എക്സാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണല്ലേ. അതായത് 510/2024 തൊട്ട് 512/2024 വരെയുള്ള നോട്ടിഫിക്കേഷനുകളായിട്ട് സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുകയാണ്. അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഫിസിക്കലും മറ്റും നടക്കാനുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തീരേണ്ടത് 1 വർഷ കാലാവധിയിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 6/6/2026 ഈ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. നിലവിൽ എക്സാം എഴുതി കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും 6/6/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. കാരണം 1 വർഷമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി. അതുകൊണ്ട് തന്നെ ഈ വർഷം പുതിയ നോട്ടിഫിക്കേഷൻ ഒരു ഡിസംബർ മാസത്തോടു കൂടി വരേണ്ടതുണ്ട്. അതിന്റെ പ്രിലിംസും 2026 നടക്കാനിരിക്കുകയാണ്. അതായത് ഒറ്റ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല മക്കളെ. നേരെ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടറിലേക്കാണ്. നിലവിൽ 187/2025 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള 43,400 മുതൽ 91,200 വരെ സാലറി ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനുള്ള നിയമന നില പരിശോധിച്ചാൽ 158 അഡ്വൈസുകൾ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ പോയിട്ടുണ്ട്. അതായത് 28/12/2023 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു? ഈ റാങ്ക് ലിസ്റ്റ് 28/12/2026 അവസാനിക്കാൻ പോവുക. അപ്പൊ 28/12/2026 കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. സ്വാഭാവികമായിട്ടും അടുത്ത വർഷത്തെ പ്രിലിംസിനോടൊപ്പം എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിംസും എന്ത് ചെയ്യണം? നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ അടുത്തൊരു വേക്കൻസി അല്ലെങ്കിൽ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഒരേ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിംസ് നേടിയെടുക്കാനായിട്ട് കഴിയുന്ന അടുത്തൊരു നോട്ടിഫിക്കേഷൻ, 4ാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇതാ പോകുന്നു അസിസ്റ്റന്റ് ജയിലർ. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 31/12/2019 അതായത് 494/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിന്റെ നിയമന നില പരിശോധിച്ചാൽ ടോട്ടൽ 36 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 അല്ലേ? 28/12/2023. അങ്ങനെയാണെങ്കിൽ 28/12/2026 കൂടി 3 വർഷത്തെ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. 28/12/2026 കൂടി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം എക്സൈസ് ഇൻസ്പെക്ടർ വന്നതുപോലെ നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷത്തെ പ്രിലിംസിനോടൊപ്പം എക്സാം നടക്കാൻ സാധ്യതയുള്ള അടുത്ത നോട്ടിഫിക്കേഷനാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന പോസ്റ്റ്. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റാണ് ഡിഗ്രി ലെവലിലെ അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്നത്. ഒരേ പ്രിപ്പറേഷനോട് കൂടി ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന അടുത്ത അവസരം, അടുത്ത നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. അതാ നോക്കിയോ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. 30/8/2025 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. 3/10/2025 വരെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. 269/2025 എന്ന കാറ്റഗറി നമ്പറിൽ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുക. 39,300 മുതൽ 83,000 വരെ ബേസിക് പേ ലഭിക്കാവുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നിലവിലത്തെ നിയമന നില പരിശോധിച്ചാൽ 36 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 36 അഡ്വൈസുകൾ. 8/8/2023 റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് 8/8/2026 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. സ്വാഭാവികമായിട്ടും അടുത്ത വർഷത്തെ പ്രിലിമിനറി എക്സാമിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് പ്രിലിംസും ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരേ പ്രിപ്പറേഷൻ നേടിയെടുക്കാൻ കഴിയുന്ന അടുത്ത പോസ്റ്റാണ്. മെയിൻസിലേക്ക് എത്തുമ്പോൾ അതിന്റെ സിലബസിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ലോ പേപ്പറൊക്കെ കയറി വരും. പക്ഷേ പ്രിലിംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ സുഖമായിട്ട് ഒറ്റ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. കഴിഞ്ഞിട്ടില്ല മക്കളെ, അടുത്ത് നോക്കിയേ, അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഗസറ്റഡ് റാങ്കിൽ പോസ്റ്റ് കിട്ടാവുന്ന ഡിഗ്രി ലെവലിലെ
അടിപൊളി ഗ്ലാമറസ് പോസ്റ്റ് ആണ്. 39,500 മുതൽ 83,000 വരെയാണ് ഈ ഒരു എന്താണ് പോസ്റ്റിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻക്രീസ് ഒക്കെ വന്നിട്ടുണ്ട്. 30/10/2020 ലാസ്റ്റ് റാങ്ക് നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അതിന്റെ നിയമന നില പരിശോധിച്ചാൽ നിലവിൽ 23 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. എത്രയാണ്? 23 അഡ്വൈസുകൾ. 12/3/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ 12/3/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതുണ്ട്. അതിനാൽ ഈ വർഷം റാങ്ക് നോട്ടിഫിക്കേഷൻ വരികയും അടുത്ത വർഷത്തെ പ്രിലിംസിനോടൊപ്പം ഇതിന്റെ പ്രിലിംസും നടക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 7ഓളം നോട്ടിഫിക്കേഷനുകൾ ഡിഗ്രി ലെവലിൽ മാത്രമായിട്ട് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒറ്റ പ്രിപ്പറേഷനിൽ ഡിഗ്രി ലെവലിലെ 7 നോട്ടിഫിക്കേഷനുകളിൽ 7 റാങ്ക് ലിസ്റ്റുകളിൽ കയറി ജോലി നേടാവുന്ന ഒരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല മക്കളെ, ഇനിയുമുണ്ട് 10th ലെവൽ 7th ലെവൽ ക്വാളിഫിക്കേഷനുകൾ. നോക്കിക്കോളാം, 10th ലെവലിലും 7th ലെവലിലുമായിട്ട് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് LGS ആണ്. ലാസ്റ്റ് ഗസറ്റി നോട്ടിഫിക്കേഷൻ 15/12/2021 വന്നത്. 609/2021 കാറ്റഗറി നമ്പറിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം മക്കളെ 2338 പേർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? അഡ്വൈസുകൾ കിട്ടിയിട്ടുള്ളത്. 2338 പേർക്കാണ് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/1/2024 അതായത് 12/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ 2026 എക്സാം നടക്കണം. ഈ വർഷം അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരണം. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ടും ഒരു വെടിക്ക് നിങ്ങൾക്ക് കുറേ പക്ഷികൾ നേടാനായിട്ടുള്ള അവസരം അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞിട്ടില്ല മക്കളെ, നേരെ നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പോവുക. 2021 9-ാം മാസം 15-ാം തീയതിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 368/2021 എന്ന കാറ്റഗറി നമ്പർ 368/2021 എന്ന കാറ്റഗറി നമ്പർ പ്രകാരം 17,000 മുതൽ 37,500 വരെ ബേസിക് പേ പ്രകാരം 13 ജില്ലകളിലായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന ജില്ലാ വൈസിലുള്ള ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതിന് നിയമന നില പരിശോധിച്ചാൽ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ 145 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 22/2/2024 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതായത് 22/2/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ഈ വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അടുത്ത വർഷം എക്സാം നടത്തി, പ്രിലിമിനറി ഉണ്ടെങ്കിൽ 10th പ്രിലിംസിന്റെ കൂടെ പ്രിലിംസ് നടത്തി, മെയിൻസ് നടത്തി നിങ്ങൾക്ക് 2027 റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമാകാൻ കഴിയുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ, അതായത് 9ാമത്തെ നോട്ടിഫിക്കേഷൻ. ദെൻ ദ ഫൈനൽ നോട്ടിഫിക്കേഷൻ അത് ബെവ്കോ LD ആണ്. 30/11/2021 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 558/2021. ഇതിന്റെ നിയമന നില പരിശോധിച്ചാൽ 229 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. 6/2/2024 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നു മക്കളെ. ഓണത്തിന് ബോണസ് ആയിട്ട് 1 ലക്ഷത്തിലധികം ബോണസ് കിട്ടിയ ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ബെവ്കോ LD പോസ്റ്റ് എന്ന് പറയുക. 6/2/2027 പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അടുത്ത വർഷം പ്രിലിംസിനോടൊപ്പം 10th പ്രിലിംസിനോടൊപ്പം ഈ ഒരു എക്സാമിനേഷനും കാണാം. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെടിക്ക് മക്കളെ 10 നോട്ടിഫിക്കേഷനുകൾ ഡിഗ്രി ലെവലിലും 10th ലെവലിലും 7th ലെവലിലുമായിട്ട് ഒരേ എഫോർട്ടിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ കഴിയുന്ന 10 നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന നിലയിലേക്ക് റാങ്ക് ലിസ്റ്റിനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ആ 10 നോട്ടിഫിക്കേഷനുകൾ വലിയൊരു അവസരമാണ് 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ തീരുന്ന ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2027 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. സബ് ഇൻസ്പെക്ടർ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരാനുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരണം. അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ 2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് 2026 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് 2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അസിസ്റ്റന്റ് ജയിലറും 2026 അവസാനത്തോടു കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. 10th ലെവൽ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 2027 ആദ്യം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2024 ആദ്യം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ബെവ്കോ LDയും 2024 ആദ്യം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം 2027. അതായത് 2026
അവസാനവും 2027 ആദ്യവുമായിട്ട് ഈ 10 നോട്ടിഫിക്കേഷനുകളുടെ റാങ്ക് ലിസ്റ്റുകളും പുറത്തു വരണം. ഇപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങിയാൽ 2026 2027 നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഈ 10 നോട്ടിഫിക്കേഷനുകളുടെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടും തുടർന്നുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ബാച്ചുകൾ അവൈലബിൾ ആണ്. ഇതിലെ ഡിഗ്രി ലെവൽ പ്രീമിയം ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് മിഷൻ 2026 എന്ന് പറയുന്ന പ്രീമിയം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പഠിക്കാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കാം, എക്സൈസ് ഇൻസ്പെക്ടറിന് പഠിക്കാം. ഈ പറയുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും വേണ്ടിയിട്ടും അതിൻ്റെ പ്രിലിമിനറി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന 10th ലെവൽ 7th ലെവൽ ക്വാളിഫിക്കേഷനുകളുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബാച്ചിൻ്റെ കൂടെ കിട്ടും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആണ് ഈ പറയുന്ന 7th ലെവൽ 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള നോട്ടിഫിക്കേഷനുകൾക്ക്. അപ്പോൾ ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടും. അത്രയും വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. ആ അവസരങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടും, അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത്രയും വലിയൊരു അവസരമാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത്. അതുകൊണ്ട് 10 നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ഒരൊറ്റ ബാച്ചിൽ ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. മിഷൻ 2026 എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കാനായിട്ട് എത്രയും വേഗം നിങ്ങൾ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അഡ്മിഷൻ എടുക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഗൂഗിൾ ഫോമിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സൂപ്പർ നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എത്രയും വേഗം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. 2026 27 വർഷങ്ങളിലായിട്ട് കാത്തിരിക്കുന്ന ആ 10 അവസരങ്ങൾ അത് നിങ്ങൾ മുതലാക്കുക. നമുക്ക് ബാച്ചിൽ കാണാം.